ശ്രീ തകഴി ശിവശങ്കരൻ പിള്ള രചിച്ച വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയുടെ അനുഭവം പറയുന്നത് പോലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അനുഭവം ഒരു കഥയായി എഴുതിയാലോ? ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്, കേട്ടറിവ് വെച്ച് മാത്രം എഴുതുന്നതാണ്. ഒരു നായ പറയുന്നത് പോലെയാണ് എഴുതുന്നത്, അവിടെ കണ്ടതും അനുഭവിച്ചതും. പള്ളിയിലെ ബാഗ് കേട്ടു തുടങ്ങി. മെല്ലെ അവൻ തലപൊക്കി നോക്കി. നേരം വെളുത്തിട്ടില്ല. പാരെ പരക്കുന്ന ഇരുട്ട്. ഹോ, എന്റെ ഉറക്കം പോയി. യജമാൻ എണീറ്റിട്ടില്ല. അല്പം കൂടി കിടക്കാം. വീണ്ടും അവൻ ഉറങ്ങാൻ കിടന്നു. എന്നെ പരിചയപ്പെടണ്ടേ? ഞാനാണ് റോമി. ജനിച്ചിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് ഇങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നത്. ചൂരൽമല സ്കൂളിന്റെ അടുത്ത് അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന എന്നെ എടുത്തോണ്ട് വന്നതാണ്. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ ഇല്ല. എന്നെ സ്നേഹിക്കുന്ന കിങ്ങിണി ചേച്ചിയും അമ്മയും അച്ഛനുമാണ് ഇവിടെയുള്ളത്. ഹോ, നേരം വെളുത്തോ എന്തോ. എണീറ്റ് ചെവി ഓർത്ത് കിടന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാട്ട് വെച്ചു തുടങ്ങി. അപ്പൊ നേരം വെളുത്തു. അവൻ ആകാശത്തേക്ക് നോക്കി. ഇരുട്ടു മാറി തുടങ്ങി. സൂര്യഭഗവാൻ വെളിയിലോട്ട് തലപൊക്കി തുടങ്ങി. അവൻ വെളിയിലോട്ട് ഒറ്റ ഓട്ടം. ഒരു കൊച്ചു ഓടിട്ട വീടാണ്. ഇവിടത്തെ വീടുകൾക്ക് മതിലുകളില്ല. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. വീടിന് മുമ്പിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ മുകളിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിന് മുകളിൽ ഇരുന്നാൽ ഈ ചൂരൽമലയുടെ ഭംഗി മുഴുവനും കാണാൻ പറ്റും. എന്തു ഭംഗിയാണ് കാണാൻ! വലിയ തലയെടുപ്പുള്ള മലകളും ആ മലയിൽ നിന്നും നീരുറവ് പൊട്ടി ഒഴുകുന്ന പുഴയും. പുഴയുടെ വരമ്പിൽ നിറയെ തുമ്പയും മുക്കുറ്റിയും പിന്നെ പേരറിയാത്ത കുറെ ചെടികളും പിന്നെ കുഞ്ഞിക്കിളികളുടെ കളകളാ നാദവും. പുഴയിൽ തട്ടി മരച്ചില്ലകളിലൂടെ വരുന്ന തണുത്ത കാറ്റും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ കുന്നിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ ചുറ്റിലും ഇളം പച്ച വിരിച്ച തേയില തോട്ടങ്ങളാണ്. തേയില നുള്ളാനായിരിക്കുന്നു. ഇന്ന് പാടയിൽ നിന്നും ആളുകൾ വരുമെന്ന് കിങ്ങിണിയുടെ അച്ഛൻ പറയുന്നത് കേട്ടു. പെട്ടെന്ന് അവന്റെ കണ്ണിൽ എന്തോ ഉടക്കി. ഓടി ചെന്ന് നോക്കിയപ്പോൾ മണ്ണിൽ നിന്നും ഒരു പുതുജീവൻ പുറത്തേക്ക് വരാൻ വിമ്പി നിൽക്കുന്നു. ഏതോ പക്ഷികൾ കൊണ്ടിട്ട വിത്തിൽ നിന്നും ഒരു വിത്ത് മുള പൊട്ടി വരുന്നതാണ്. ഒരു കുഞ്ഞു ചെടി. അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. അവൻ അതിനോട് കുശലം പറഞ്ഞു. കുഞ്ഞു ചെടി, ഞാനും നിന്നെ പോലെ കൊച്ചു കുട്ടിയാണ്. നമുക്ക് ഒരുമിച്ച് വളരാം. അപ്പോഴേക്കും വീട്ടിൽ നിന്നും ഒരൊച്ച കേട്ടു. റോമി, റോമി, നീ എവിടെയാണ്? കിങ്ങിണി ചേച്ചിയുടെ വിളി കേട്ടതും അവൻ ഒറ്റ ഓട്ടം. കിങ്ങിണി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കിങ്ങിണിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കളിക്കുന്നതും അടികൂടുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കിങ്ങിണി ചേച്ചിയുടെ സ്കൂള് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഹോ റോമി, നിന്നോട് പറഞ്ഞിട്ടില്ലേ എവിടെയും പോകണ്ടെന്ന്? പറഞ്ഞാ കേക്കില്ല. നല്ല അടി വെച്ച് തരും ഞാൻ, നോക്കിക്കോ. ഈ ചെന്താ ശാരദയെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ശാരദ, കിങ്ങിണിയുടെ അമ്മ. ഓ അതോ, ഈ നായ്ക്കുട്ടിയോടാ പറഞ്ഞത്. സുഹൃത്ത, അടുത്ത വീട്ടിലെ ഇത്ത. ശാരദ, ഇച്ചിരി കറിവേപ്പില ഉണ്ടെങ്കിൽ തന്നേക്ക്. ഇന്ന് എന്റെ ഇളയപ്പാന്റെ മക്കള് വരുന്നുണ്ട്. ഇച്ചിരി പത്തിരി ചിക്കൻ കറിയും വെക്കാനാ. കിങ്ങിണി, ഈ സ്കൂൾ വിട്ടാ ഇങ്ങോട്ട് പോര്. അനക്ക് ഉമ്മച്ചി പത്തിരിയും ചിക്കൻ കറിയും തരാ. ആ ഉമ്മച്ചി. കുഞ്ഞിപ്പാത്ത് റെഡിയായാ? കുഞ്ഞിപ്പാത്തു സുഹൃത്താന്റെ മകളാണ്, കിങ്ങിണിയുടെ കൂട്ടുകാരി. കിങ്ങിണി, ഞാൻ റെഡിയായി. ഉമ്മച്ചി, ഇന്നലെ ആ ജോസ്മോൻ കിങ്ങിനെ അടിച്ചിരിക്കണ്. ഉമ്മച്ചി അവനെ വഴക്കു പറയണട്ടാ. ആ, വൈകിട്ട് വരുമ്പോ ഓനെയും കൂട്ടിയിട്ട് വാ. ഉമ്മച്ചി വഴക്ക് പറയാട്ടോ കിങ്ങിണിയെ. ആ ഉമ്മച്ചി. അങ്ങനെ കിങ്ങിണിയും കുഞ്ഞിപ്പാത്തും സ്കൂളിൽ പോയി. ഇനി വൈകുന്നേരം വരുള്ളൂ. ഹോ, ഇനിയും കാണാനില്ലല്ലോ. കിങ്ങിണിയും കൂട്ടരും വരുന്നതും കാത്തിരിപ്പാണ് ആശാൻ. ദൂരെ കലവിലെ ശബ്ദം കേട്ടു തുടങ്ങി. കിങ്ങിണിയും കൂട്ടരും വരുന്നുണ്ട്. ഇമ്മച്ചി, ആ ജോസ്മോൻ. എന്താന്ന് വെച്ചാ ചോദിക്ക്. അമ്മേ, അമ്മേ. കിങ്ങിണിയെ കണ്ടത് റോമി മേത്തോട്ട് ഒറ്റ ചാട്ടം. അമ്മേ, ദേ ഇവൻ നോക്ക്. ആ ജോസ്മോനെ, നീ വന്നോ? വാ, ഉമ്മച്ചി നിനക്ക് കോഴിക്കറിയും പത്തിരിയും തരാം. ഉമ്മച്ചി, ഓനെ വഴക്ക് പറയാനല്ലേ വിളിച്ചോണ്ട് വന്നത്. ശരി, പോട്ടെ. ഓൻ അറിയാണ്ട് ചെയ്തതല്ലേ. മൂന്നാളും കൈ കഴുകിട്ട് വാ.
അവൻ മെല്ലെ തലപൊക്കി നോക്കി. ഓ, നീ നോക്കണ്ട, നീ വന്നോ റോമി, നിനക്കും തരാം. ഉമ്മച്ചി, ഞങ്ങൾ ആ കുന്നിന്റെ മുകളിൽ പോയിട്ട് വരാം. നോക്കി പോണേ മക്കളെ. ആ അമ്മേ. കിങ്ങിണിയോടൊപ്പം ഞാനും പോകുന്നുണ്ട്. എന്തിനാന്നോ? ആ കുഞ്ഞിച്ചെടിയെ കാണാൻ. എടാ ജോസേ, സുഹൃത്താ, എന്റെ മോനെ കണ്ടോ? അവൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ടില്ല. ആ വന്നിരിക്കുന്നു ടോണിച്ചാ. എന്താ ഇത്താ ഒരു മണം? ഇന്ന് വിരുന്നുകാരുണ്ടോ? ആ, എന്റെ ഇളയപ്പാന്റെ പിള്ളേര് വന്നിരുന്നു. ഇജ്ജ് നിക്ക്, ഇതിന് കോഴിക്കറിയും പത്തിരിയും തരാം. ഇജ്ജ് കൊച്ചു ത്രേസ്യക്ക് കൊണ്ട് കൊടുക്ക്. കൊച്ചു ത്രേസ്യക്ക് എന്റെ കോഴിക്കറിയും പത്തിരിയും ഭയങ്കര ഇഷ്ടമാ. ആ ഇത്താന്റെ വീട്ടിൽ എന്തേലും വിശേഷം വന്നാൽ മിനിമം 5 കിലോ ചിക്കൻ കറിയെങ്കിലും വേണം. ഇല്ലേ ഇത്താ? എടാ ജോസേ. ആപ്പേ, ഞാൻ വന്നു. ചെല്ലു മക്കളെ, കുളിച്ച് വല്ലതും ഇരുന്ന് പഠിക്ക്.